2026-27 അക്കാഡമിക് വർഷം ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികളൊക്കെ കോളേജിൽ എത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളെ ഷിറാസ് ബോയ്സ് അക്കാദമിയിലെ +1 വിദ്യാർത്ഥികളും 2 ദിവസം മുമ്പ് നമ്മുടെ സ്ഥാപനത്തിലെത്തി. അവരിൽ ഒരുപാട് കഴിവുകളുള്ള ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്, പല കഴിവുകളുമുള്ള ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വിദ്യാർത്ഥിയാണ് മുഹമ്മദ് മിഹൽ. അദ്ദേഹമാണ് ഇന്ന് നമ്മോടൊപ്പം. വെൽക്കം. ഹായ് മിഹൽ, നിങ്ങൾ ഷിറാസിലെത്തിയിട്ട് 2 ദിവസമായി. എങ്ങനെ ഷിറാസിനെ എക്സ്പീരിയൻസ് ചെയ്യുന്നു? ഷിറാസിലെ ടീച്ചേഴ്സ്മാര് ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നെ ഇവിടുത്തെ ഫുഡ് എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ ഇവിടുത്തെ ടീച്ചിങ് ഭയങ്കര അടിപൊളിയാണ്. പിന്നെ ദിവസത്തിലെ പരീക്ഷ എല്ലാം അടിപൊളിയായിരുന്നു. മിഹൽ, നിങ്ങൾ മുമ്പ് ഇവിടെ ഷിറാസിക്ക് വരുന്നതിന് മുമ്പ് എവിടെയാണ് പഠിച്ചിരുന്നത്? ഞാൻ പഠിച്ചിരുന്നത് മേൽമുറി MMET-യിലായിരുന്നു. നിങ്ങൾ കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് ആയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്, ബ്ലാക്ക് ബെൽറ്റ് ആണ് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ ഏത് പ്രായം മുതലാണ്, ഏത് ക്ലാസ് മുതലാണ് കരാട്ടയിലേക്ക് താല്പര്യം പ്രകടിപ്പിച്ച് തുടങ്ങിയത്? അതിൻ്റെ ഒരു ജേണി, യാത്ര, ആ കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റിൽ എത്തിയ ഒരു യാത്രയെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? കരാട്ടെ കൊറോണ ടൈം കഴിഞ്ഞ ശേഷമായിരുന്നു ഞാൻ കരാട്ടയിലേക്ക് ജോയിൻ ചെയ്തത്. അവിടുന്ന് ഞാൻ കുറെ കാര്യങ്ങൾ പഠിച്ചു. ഡിസിപ്ലിൻ എങ്ങനെ പഠിച്ചു, എങ്ങനെ സാർമാരെ ബഹുമാനിക്കണം എന്ന് പഠിച്ചു. പിന്നെ കുറെ ഫിസിക്കലി മെന്റലി എല്ലാം ഫോക്കസും സെറ്റ് ആക്കാൻ പഠിക്കും. നിങ്ങൾക്ക് ഏത് വർഷത്തിലാണ് ഇതിൻ്റെ ബെൽറ്റുകൾ ഉണ്ടല്ലോ, പല യെല്ലോ ബെൽറ്റ്, ബ്ലാക്ക് ബെൽറ്റ്, ഇങ്ങനെ പല രീതിയിലുള്ള ഘട്ടങ്ങളുണ്ട്. ആ ഘട്ടങ്ങളൊക്കെ പൂർത്തീകരിച്ച സമയങ്ങളൊക്കെ ഒന്ന് പറയുകയാണെങ്കിൽ. 3 മാസം കൂടുമ്പോഴാണ് ഓരോ ബെൽറ്റിന്റെയും ടെസ്റ്റ് നടക്കല്. ഓരോ കഥകൾ പഠിക്കുമ്പോഴാണ് ഓരോ ബെൽറ്റ് കിട്ടുന്നത്. ഈ കരാട്ടയോടൊപ്പം തന്നെ നിങ്ങൾ ഒരു സൈക്കിൾ സവാരിയുടെ പ്രിയപ്പെട്ട തോയനാണെന്ന് കേട്ടിട്ടുണ്ട്. നിങ്ങൾ ഒരു ദിവസം എത്ര ദൂരം വരെ സൈക്കിൾ റൈഡിങ് നടത്തിയിട്ടുണ്ട്? ഞാൻ ഓരോ ദിവസവും 15-18 കിലോമീറ്റർ സൈക്ലിംഗ് ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്താലാണ് ദൂരങ്ങൾ പോകുമ്പോൾ ഒന്ന് പ്രയാസമില്ലാതെ തോന്നുകയുള്ളൂ. പിന്നെ പുതുതലമുറയെ നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ മൊബൈലിന് ഭയങ്കര അഡിക്ഷനാണ്. പക്ഷെ നമുക്ക് മനസ്സിലാക്കിയത് നിങ്ങൾ മൊബൈൽ ഉപയോഗം കുറവാണ്, അതിനപ്പുറം വായനയാണ് കൂടുതൽ. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ മൊബൈൽ ഉപയോഗം കുറഞ്ഞു വായന കൂടുതലാവാനുള്ള ഒരു സാഹചര്യം എന്താണ്? വായന എനിക്ക് ചെറുപ്പം മുതലേ ഇഷ്ടമായിരുന്നു. അപ്പോൾ വായനയുടെ ടൈം കൂടിയപ്പോൾ എനിക്ക് മൊബൈൽ ഉപയോഗിക്കാനുള്ള ടൈം വളരെ കുറഞ്ഞതായി എനിക്ക് തോന്നി. അപ്പോൾ മിഹലിനെ കുറിച്ച് മിഹലിനോട് സംസാരിച്ചു, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. പുതുതലമുറയിൽ ഇങ്ങനെയും ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്ന, പ്രവർത്തിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ നമുക്കിടയിലുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത ദിവസം മറ്റൊരു വിദ്യാർത്ഥിയായി വീണ്ടും കാണാം. താങ്ക് യു.